നമ്മളൊരു 55,000 രൂപ അടച്ചു. പിന്നെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്തുള്ളത് ഒരു 1.5-2 കിലോ വരുന്നൊരു മാർബിൾ പീസാണ്. പിന്നെ കുറച്ചൊരു പഴയ തുണി, കുറേ കാർഡ്ബോർഡ് പീസ്. ഗോപാൽ IT സർവീസ് എന്ന് പറഞ്ഞ സെല്ലറാണ് വന്നത്. ഈ ആമസോണിലൂടെ ഒരു ലാപ്ടോപ്പ് ഓർഡർ ചെയ്തതാണ്. എന്നാൽ കിട്ടിയത് ലാപ്ടോപ്പ് അല്ല, കുറച്ച് കല്ലും മാർബിളും തുണിക്കഷ്ണമൊക്കെയാണ്. എന്താ സംഭവം? ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 12-ാം തീയതി ഒരു ലെനോബയുടെ തിങ്ക്പാഡ് E14 ഞാനൊന്ന് ഓർഡർ ചെയ്തായിരുന്നു. എനിക്കത് ഇന്നലെ 18-ാം തീയതിയാണ് എനിക്കത് ഡെലിവർ ആയത് ഉച്ചയ്ക്ക്. അപ്പോൾ ആമസോണിൻ്റെ ഒരു ഡെലിവറി ആൾ ചെന്നു നമുക്കൊരു OTP ഫോണിലേക്ക് വന്നു, അയച്ചു കൊടുത്ത് അവർ പോയി. അപ്പോൾ ജസ്റ്റ് ആമസോൺ പോലെയുള്ള ഇത്ര ഒരു ക്രെഡിബിളായിട്ടൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മളത് തന്നെ ഓപ്പൺ ബോക്സ് നോക്കിയില്ല. പിന്നെ പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്തുള്ളത് ഒരു 1.5-2 കിലോ വരുന്നൊരു മാർബിൾ പീസാണ്. പിന്നെ കുറച്ചൊരു പഴയ തുണി, കുറേ കാർഡ്ബോർഡ് പീസ്. ഇതായിരുന്നു അതിനകത്ത് ആകെ ഉണ്ടായിരുന്നത്. പിന്നെ അപ്പം തന്നെ ഞാൻ ആമസോണിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞേക്കുന്നത് ഈ വരുന്ന 23 വരെ ഇൻവെസ്റ്റിഗേഷനാണ്. 23-ന് ഒരു കോൾ വരും. അന്ന് നമുക്ക് റീഫണ്ടോ അതെങ്ങനെയാണെന്ന് സംസാരിക്കാം. അതിനൊരു നമുക്കൊരു ഉറപ്പും തരുന്നില്ല. അത് ഏകദേശം 56,000 രൂപയാണ് ആപ്പിന്. അപ്പോൾ എനിക്കൊരു വൗച്ചർ ഉണ്ടായിരുന്നു, 400 സംതിങ് രൂപയുടെ വൗച്ചറുണ്ട്. അടക്കം നമ്മളൊരു 55,000 രൂപ അടച്ചു. അപ്പോൾ ഞാനതിന് ശേഷം പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ, എൻ്റെ പഞ്ചായത്ത് എലിക്കുള്ളതാണ് പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ, ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, പെറ്റീഷൻ ഇന്നലെ തന്നെ. അപ്പോൾ തുടർന്ന് 23-ന് ഞാൻ അത് വെയിറ്റ് ചെയ്യുവാണ്. ഇത് വന്നില്ലെങ്കിൽ ഇനി എങ്ങനെ വെച്ചാൽ നമുക്ക് കൺസ്യൂമർ കോർട്ടോ അല്ലെങ്കിൽ കോർട്ടിൽ നമുക്ക് കേസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സെല്ലർ എന്ന് പറയുന്നത് ഗോപാൽ IT സർവീസ് എന്ന് പറഞ്ഞ സെല്ലറാണ് വന്നത്. ഇതേപോലെ തന്നെ ഇവർക്ക് ലാപ്ടോപ്പ് ഓർഡർ ചെയ്ത് കല്ല് കിട്ടിയ ഒരാളുടെ ഒരു ഫീഡ്ബാക്ക് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. ആമസോൺ പറയുന്നത് ഇത് അവർ ഫുൾഫിൽ ചെയ്യുന്ന ഓർഡർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ആമസോൺ അവർ സെല്ലർക്ക് നടപടി എടുക്കുകയോ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. ആമസോൺ എന്ന് പറയുന്നത് ഇത്ര വലിയ ബിഗ് ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ ഒരു പ്രശ്നം വരുന്നത്. പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റെസീറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കുവാണ്. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോണിൻ്റെ പ്ലാൻ. എന്തായാലും 23-ാം തീയതി വരെയുള്ള പ്രതീക്ഷ അങ്ങനെ തന്നെ തുടരുകയാണ്.